I'm Deepa Spanikar here inside my house, Hadaya Mandira Auditorium, Bio Mavelikira. These criminals are always applying laser onto my whole face, head, everywhere, and even spraying blotting gas. And now started spraying kerosene smell along with poisonous gas onto my face. And even I am breathing such type of poisonous gas which will harm my life actually. And these criminals are after me. And mainly this Subramanian and Sadananda Mandira, this Srilada. These criminals are having much problem with me. I can't even stand in front of my gate. These criminals will start abusing me, saying this and that. I am quietly standing in front of my gate and these criminals will be always harassing me, especially this Srilada and this Subramanian. These two people are having much problem actually. എന്നും നമുക്ക് നമ്മുടെ വീടിൻ്റെ മുന്നിൽ പോലും നിൽക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇവിടെ ഈ ഒരു സാധാരണ മന്ത്രത്തിൽ ശ്രീലത എന്ന് പറയുന്നവളും ഈ സുബ്രഹ്മണ്യനും കാരണം. അവൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് നമ്മളെ റോഡിൽ കൂടെ വരെയും വൃത്തികെട്ട ഒബ്സീനായിട്ടുള്ള ആക്ഷൻസ് കാണിക്കുക, അങ്ങനെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടാവാൻ പോകുന്നത്. അവന് ഭയങ്കര ഭ്രാന്താണ്, ഇവക്കും ഭ്രാന്താണ്, എന്നെ കാണുമ്പം ഭ്രാന്തളകും. എന്നിട്ട് നമുക്കാണെന്നാണ് പറയുന്നത്. റീസൺ എന്ന് പറയുന്നത് നമ്മൾ പള്ളേമ്പി പപ്പു എന്ന് പറയുന്ന ഒരുത്തൻ്റെ കൂടെ പോകാനിരിക്കുകയായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് വന്നറിയാം, ശ്രീജിത്ത് എന്നാണ് അവൻ്റെ പേര്. റോഡ് സൈഡിലാണ് അവൻ്റെ വീട്. അവൻ്റെ വീട്ടിൽ അവൻ്റെ കൂടെ അങ്ങ് പോകാനിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പിടിച്ചു കൊണ്ടുപോയി പരിമല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത്. ഇതാണ്. എന്നിട്ട് മയക്കുമരുന്ന് അടിക്കും, കള്ളടിക്കും എന്നൊക്കെയാണ് കഥകൾ ഉണ്ടാക്കുന്ന ഇവന്മാർ എന്നൊക്കെ പഠിച്ചുകൊണ്ടാണ് നമ്മളെ അവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ എന്നിട്ട് പ്രാന്താണെന്ന് ഇങ്ങനെ എന്തിനാണെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല. അപ്പം ഇതൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞു പിടിപ്പിക്കുന്ന കള്ളക്കഥകൾ. ഇങ്ങനെ നമ്മളെക്കുറിച്ച് കള്ളക്കഥകളല്ല ഇങ്ങനെ പറഞ്ഞ് നടക്കുക ഇവളുമാർ. അത് പിന്നെ അങ്ങ് സ്ഥിരമായി ഈ ബിജു പി എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്കും ഇതെല്ലാം അറിവുണ്ട്. അവരാണ് എൻ്റെ ജീവിതം നശിപ്പിച്ചത് മെയിനായിട്ട്. വി കെ രത്നമ്മ എന്ന് പറയുന്ന സ്ത്രീ. ഇവർക്ക് എൻ്റെ സ്വത്തും മുതലൊക്കെ പിടിച്ച് പറിച്ച് അവർക്ക് കൊടുക്കണമെന്നുള്ളതാണ്, പ്രീതായ പണിക്കർ എന്ന് പറയുന്ന കള്ളിക്ക്. അപ്പം എന്നെ എൻ്റെ അമ്മ അഡ്മിറ്റായി, വി കെ രത്നമ്മ അഡ്മിറ്റായി, ജോസ്കോയിൽ അഡ്മിറ്റായെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി, ഈ ബിജു പി എന്ന് പറയുന്ന കള്ളൻ. നമ്മളവിടെ ചെല്ലുമ്പം ഇവനിങ്ങനെ എന്നിട്ട് കാറിങ്ങനെ നിരക്കുകയാണ്. ഇവനിങ്ങനെ കള്ളത്തരങ്ങളൊക്കെ ചെയ്യുമ്പം കാറിങ്ങനെ നിരക്കും. അത് പിന്നീട് ഒരിക്കൽ കൂടെ നിരക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുരളി, ഈ പ്രീതായ പണിക്കർ കല്യാണം കഴിച്ച ഒരു തമിഴനെ കല്യാണം കഴിച്ച് അവനെ വകവരുത്തിയ ദിവസമാണ് ഇവൻ്റെ കാറ് നിരങ്ങിയ ദിവസം. കാറങ്ങ് നിരങ്ങുകയാണ്. എന്താണെന്നറിയത്തില്ല, എന്തൊക്കെയോ അവിടെ സംഭവിച്ചാലോ എന്നുള്ള പേടി കാരണം ഇവൻ്റെ കാറങ്ങ് നിരങ്ങുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇവൻ്റെ കാറ് നിരങ്ങുന്നത്. അങ്ങനെ നമ്മൾ ജോസ്കോയിൽ ചെന്ന് എൻ്റെ അമ്മ എടുത്തു അഡ്മിറ്റ് ആവാതെ ഫ്രണ്ടിൽ ഇങ്ങനെ റിസപ്ഷനിൽ ഇരിക്കുന്ന കണ്ട് പിന്നെ നമ്മൾ എന്തുവാന്ന് ഓർമ്മയില്ല. പിന്നെ എണീക്കുമ്പം നമ്മളൊരു കട്ടിലേക്ക് കിടക്കുകയാണ്. 18 ദിവസമാണ് ഇങ്ങനെ കുത്തി മയക്കിയിട്ടിരുന്നത്. ഇവന്മാരുടെ കയ്യിൽ ഇങ്ങനത്തെ മയക്കുന്ന സാധനങ്ങളല്ല ഇവന്മാരുടെ കയ്യിലുണ്ട്. ഈ ബിജു പിൻ്റെയും ഈ മോഹൻ സിംഗ് ഇങ്ങനെയുള്ളവരുടെയും പിന്നെ ഈ ഇവന്മാരുടെ എല്ലാം കയ്യിലുണ്ട്. ഈ സുബ്രഹ്മണ്യന് ഇവന്മാരുടെ എല്ലാം കയ്യിൽ ആൾക്കാർക്ക് മയക്കുന്നതൊക്കെ ദിവസങ്ങളോളം മയക്കിയിടുന്ന മരുന്നുകളൊക്കെ കൊണ്ടാണ് ഇവന്മാർ നടക്കുന്നത്. ഞാൻ ഇന്നാൾ ഈ വെള്ളത്തിലേക്ക് കാണിച്ചു, ഏതാണ്ട് ബ്രൗൺ പോലത്തെ ഇങ്ങനെ പല സാധനങ്ങൾ ഇവന്മാരുടെ കയ്യിലുണ്ട്. നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ ഇതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടാണ് ഇവന്മാർ ഇതെല്ലാം ഇതാക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലാണ് എപ്പോഴും. ഇവിടെ ഒന്നും അവനും വരുന്നില്ല. എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് മുകേഷ് കുമാറാണ്, അഡ്വക്കേറ്റ് ആണ്, രാജസ്ഥാൻ നേറ്റീവാണ്. അദ്ദേഹം ഇപ്പം ഡൽഹിയിലാണ്, അടുത്ത മാസമേ വരത്തുള്ളൂ. ഇങ്ങനെ കള്ളക്കഥകൾ നമ്മളെക്കുറിച്ച് ഉണ്ടാക്കുക, സംബന്ധം ആലോചിച്ച് കഥകൾ ഉണ്ടാക്കുക, അവരുടെ കൂടെ പോയി ഇവരുടെ കൂടെ പോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥകൾ ഉണ്ടാക്കുക. വെറും കള്ളക്കഥകളാണ്. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ LLB പഠിച്ചതാണ്, MBA കഴിഞ്ഞതാണ്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചതാണ്. എന്നിട്ട് ഇതൊക്കെ നമ്മൾ ഏത് ജോലിക്ക് പോയാലും നമ്മളെ അവിടുന്ന് ഇതാക്കിയിട്ട് ജോബ് ലോസ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് തട്ടിയെടുക്കലാണ് ഇവന്മാരുടെ ജോലി. അതിനാണ് ഇവന്മാർ ഇതെല്ലാം നടത്തുന്നത്. ജോബ് ലോസ് ഇൻഷുറൻസ് തട്ടിയെടുത്ത് നടപ്പാണ് ഇവന്മാരുടെ ജോലി. ഇപ്പം എന്നെ വെച്ച് ഇങ്ങനെ കാശുണ്ടാക്കി തിന്നുകയാണ്. അതിനകത്ത് സദാനന്ദ മന്ത്രിക്കാർ, സുബ്രഹ്മണ്യൻ, പ്രീതായ പണിക്കർ, രാജമ്മ, പിന്നെ എൻ്റെ അമ്മ വീട്ടുകാർക്ക് നല്ല ബന്ധങ്ങളാണ് ഇതിനകത്തെല്ലാം. നല്ല നന്നായിട്ട് ഇതാക്കുന്നവരാണ്. ഇതുപോലെ തന്നെയാണ് ഒരു ശാന്ത എന്ന് പറയുന്നവളും. എന്നെ കാണുന്നുണ്ടെങ്കിൽ അവളങ്ങ് ചീത്ത വിളിക്കുമായിരുന്നു. പന്തളം മെഡിക്കൽ മിഷനിൽ ചെന്നപ്പോഴത്തേന് ഇവളെന്നെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഇങ്ങനെ നമുക്ക് പല ഇതും. അതുപോലെ രാജമ്മ എന്ന് പറയുന്നവളും, അവളും ഭയങ്കര ഇതാണ്. അവൾ നമ്മളെക്കുറിച്ച് കള്ളവേ പറയത്തുള്ളൂ. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് അവളെല്ലാവരെക്കുറിച്ചും അങ്ങനെയാണ്. അവൾക്ക് എല്ലാവരും പെത്തടീൻ അടിക്കുന്നവരാണ്, പിന്നെ മയക്കുമരുന്ന് അടിക്കുന്നവരാണ് എന്നൊക്കെയുള്ള കഥകളാണ് ഇവളുമാർ എപ്പോഴും ഉണ്ടാക്കുന്നത്. ഇവളുമാരിങ്ങനെ പെത്തടീൻ അടിക്കും, മയക്കുമരുന്ന് അടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥകൾ ഉണ്ടാക്കിയേച്ച് നമ്മളെ ഇതാക്കുന്ന ജോലിയാണ് ഇവൾമാർക്കുള്ളത്. ഇങ്ങനെയൊക്കെ ആൾക്കാരെ മയക്കുമരുന്നൊന്നും ഉപയോഗിക്കാത്തവരെ വരെയും കൊന്നിട്ട് പറയും അവർ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണ്, അത് ഉപയോഗിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഥകൾ ഉണ്ടാക്കുകയാണ് ജോലി. ഇതുപോലെ തന്നെ എൻ്റെ മുക്കുമിനെടുക്കലും ഇവർ നടത്താൻ നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ
മുക്കുമിനെ ഇതുപോലെ എന്താണ് ഇത് മുക്കുമിൻ്റെ അച്ഛനെ അത് ചെയ്തു ഇത് ചെയ്തു അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്ന് പറയുമ്പം അച്ഛനെ പറയുന്നു എന്ന് പറയുമ്പോൾ മുക്കുമിന് ഒരു മകനെന്ന നിലയിലുള്ള ആ ഒരു ഇമോഷൻസ് വരുമല്ലോ, അത് കാണിക്കുന്നുണ്ട്. എന്താണ് എന്തെങ്കിലും പറയുന്നുണ്ടെ അങ്ങനെ മുക്കും ഇതുപോലെ മയക്കുമരുന്ന് അടിച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളക്കഥകളൊക്കെ ഉണ്ടാക്കാം. മുക്കുമും എല്ലാ ട്രാൻസാക്ഷൻസും ഫോൺ വഴിയാണ്. അതിൽ മുക്കുമിൻ്റെ ഒരു അമ്മാവനുണ്ട്, ഒരു പ്രകാശൻ നായരുടെ പേര്. അയാൾക്ക് 3 ആമ്പിള്ളേരായിരുന്നു. ഈ ഒരെണ്ണത്തിനെ റെഡിയാക്കി വെച്ച് നടക്കുക. അങ്ങേരും ഇതുപോലെ അയാൾക്ക് മുഴു കുടിയനാണ്. അയാൾക്ക് കുടിക്കുന്നതിന് വേണ്ടിയിട്ട് മുക്കുമിനെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കുമാണ് കള്ള് വാങ്ങിക്കുന്നതെന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിച്ചോണം. നിങ്ങളെ ഇങ്ങനെയൊക്കെ വെച്ച് ഉപയോഗിക്കും. നിങ്ങളോട് ആരെങ്കിലും, നിങ്ങൾ കുടിക്കാത്തവരാണ് എന്ന് വലിക്കാത്തവരാണെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ പോയി അത് വാങ്ങിയിട്ട് ഇത് വാങ്ങിയിട്ട് ഇങ്ങനെ കള്ള് വാങ്ങിച്ചുകൊണ്ട് വെക്കുക അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ ട്രാപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇവന്മാർ ഇങ്ങനെയാണ് പലതും നടക്കുന്നുണ്ട് ഈ സമൂഹത്തിൽ. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും നിൽക്കരുത്. നമ്മളുടെ അനുഭവത്തിൽ എന്ന് പറയുന്ന കഥകളാണ് ഇതെല്ലാം. അതുപോലെ നമ്മൾ ഇവൻ്റെ കൂടെ പോയെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ അവിടെ കൊണ്ടുവന്ന് ഇട്ടത്. ഇങ്ങനെ പല കള്ളത്തരങ്ങളും പറഞ്ഞിട്ടാണ് ഇവന്മാർ നമ്മളെ അവിടെ ഇവിടെയും കൊണ്ടുവന്നിടുക. നമ്മുടെ സ്വത്ത് പോയി അങ്ങനെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് പല കള്ളക്കഥകൾ ഉണ്ടാക്കുക. ഇതൊന്നും ഇതല്ല. എന്നിട്ട് നമ്മുടെ അന്ന് കഴിഞ്ഞ പ്രാവശ്യം 2020 ഇങ്ങനെ കള്ളക്കഥകളൊക്കെ കുറേ ഉണ്ടാക്കി. സുബ്രഹ്മണ്യൻ അവൻ്റെ മോൻ്റെ കൂടെ നാട്ടുകാരെല്ലാം ഓടിച്ച് നാട്ടുകാർ കേട്ടപ്പോൾ ഇവൻ്റെ മോനെ ഭർത്താവാക്കേണ്ട കാര്യം എന്തിനാ ആ കൊച്ചിനെന്ന് ചോദിച്ച് എന്തുവാ ആൾക്കാർ പറയും ഇവൻ തിരിഞ്ഞു വരണമെങ്കിൽ ഒരു ദിവസം പിടിക്കുമല്ലോ, ഇവനെ ആരാ ഭർത്താവാക്കി വെക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുമായിരുന്നു ആൾക്കാർ. കേട്ടവരെല്ലാം കളിയാക്കുക. അങ്ങനെ ഒരുത്തനാണ് ഇവന്. അപ്പം ഇവൻ്റെ കള്ളക്കഥകളെല്ലാം പൊട്ടിച്ച് നാട്ടുകാർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടുകാരോടും പറയുന്നുണ്ട് ഇതെല്ലാം. ഇവൻ്റെ ഒരു മോനുണ്ട്. അപ്പം ഇവരങ്ങ് പറച്ചിലായിരുന്നു 2020 വസ്തു എഴുതി വെച്ചിരിക്കുന്നതാണോ എന്ന് പറഞ്ഞുകൊണ്ട് കഥകളുണ്ടാക്കുമോ ഇങ്ങനെ. ഞാൻ ആർക്കോ വസ്തു എഴുതി വെച്ചിട്ട് ഞാൻ പൈസ എടുത്തങ്ങ് പുട്ടടിച്ചെന്നും ഒക്കെയുള്ള കഥകളായിരുന്നു ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എൻ്റെ പ്രമാണം ഞാൻ സേഫായിട്ട് നമ്മുടെ മാവേലിക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു. ഇവന്മാർ ഇതുപോലെ കയറി അപ്പോൾ എന്നെ ഇവന്മാർ വക വരുത്തണമെന്നൊക്കെ നോക്കിയപ്പോൾ ഞാൻ ഇതുപോലെ എഴുതി വെച്ച് ഇവന്മാരുടെ പരിപാടി നടന്നില്ല. അങ്ങനെ എല്ലാവരും വായിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതുപോലെ നമ്മുടെ മുരളിയെ ഇതുപോലെ റെഡിയാക്കിയതാണ്, കൊന്നു കെട്ടിത്തൂക്കിയതാണ്. ഫിനാൻഷ്യൽ ക്രൈസിസ് കഥ പറഞ്ഞ് നിങ്ങൾക്ക് ഇതൊക്കെ അന്വേഷിക്കാം. ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം ആത്മഹത്യ ചെയ്തെന്നാണ് ഇന്ന് കഴിഞ്ഞ ദിവസം ശീലമാമനും എല്ലാവർക്കും അറിയാം ആത്മഹത്യ ചെയ്തതാണെന്നുള്ളത്. അപ്പം ആത്മഹത്യ എന്നാണ് പറയുന്നത്. പക്ഷേ ആത്മഹത്യയൊന്നുമല്ല, പാവത്തിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണ്. അവൻ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നവനൊന്നുമല്ല. അവൻ നല്ലപോലെ ജോലി ചെയ്ത് ജീവിക്കുന്നവനാണ്. നമുക്ക് നല്ലപോലെ അറിയാം അവനെ. അപ്പം ഇങ്ങനെയൊക്കെ കഥകൾ ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മളെ റെഡിയാക്കുക എന്നുള്ള സ്ഥിതി. ഇവിടുത്തെ കറണ്ടൊക്കെ കളഞ്ഞിട്ട് നമ്മളെ കൊല്ലാനൊക്കെ ആയിട്ട് കയറാനായിട്ടൊക്കെ ഇരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നമ്മളങ്ങ് എഴുതി വെച്ച് നമ്മുടെ പരിസരത്ത് നമ്മുടെ ഭിത്തിയിലും എല്ലാം എഴുതി വെച്ച് ഇവന്മാർ ഇങ്ങനെ പരിപാടികൾ നടത്തുന്നു, എന്നെ കൊന്ന് ഇതാക്കി എൻ്റെ കഥകൾ ഇതുപോലെ എൻ്റെ സ്വത്തും മുതലും ഒക്കെ അടിച്ചു മാറ്റാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേനും എല്ലാവരും വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും വെപ്രാളമായി. പ്രീത എസ് പണിക്കരും ബിജു പിയും കൂടെ ഒക്കെ ഒന്നിച്ച് താമസിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് ഇതാക്കിയത്. അപ്പം ഇവൻ കല്യാണം കഴിച്ചതേ അതിനാ, എന്നെ അങ്ങ് റെഡിയാക്കി വെച്ച് ഇവന് കെട്ടാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രീത എസ് പണിക്കറിനെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ എന്നോട് ബിജു പി എന്ന് പറയുന്നതാണ് നമുക്ക് മക്കളൊന്നും വേണ്ട, ഇങ്ങനെയൊന്നും ജീവിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ ആദ്യത്തെ ദിവസം ഇവൻ വേറെ ഡാം ഡൂമായിരുന്നു. കല്യാണത്തിൻ്റെ ആദ്യത്തെ ദിവസം നീ എത്ര പേരോട് പോയിട്ടുണ്ടടി എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഡാം ഡൂം എടുത്ത് നമ്മളൊന്നും അനങ്ങാൻ പോയില്ല. അത് ചീറ്റിപ്പോയപ്പോൾ നെക്സ്റ്റ് പിന്നെ അടി തുടങ്ങി. നമ്മളും അതിനെ ആദ്യം പ്രതികരിച്ചില്ല, നമ്മൾ അനങ്ങാതൊക്കെ ഇരുന്ന്. ഇവനങ്ങ് അടിയും ഇതൊക്കെ ആയിരുന്നു. ഇവനങ്ങ് ഡിവോഴ്സ് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ ഉള്ള പല ഇവരുടെ ഇതൊക്കെയായിരുന്നു ഇവരുടെ പരിപാടികളൊക്കെ. ഡിവോഴ്സ് ചെയ്ത് കുറച്ച് കാശ് വാങ്ങിക്കണം. അത് കഴിഞ്ഞ് അതും നടക്കാഞ്ഞ് വന്നപ്പോഴാണ് പിന്നെ കൊച്ചുങ്ങളൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങും കൊച്ചുങ്ങൾ. അങ്ങനെയാണ് എൻ്റെ മാളു ജനിക്കുന്നത്. ഇപ്പോൾ അവളെ വകവരുത്തണമെന്നുള്ള ഉദ്ദേശത്തോടാണ് എൻ്റെ കൊച്ച് കോളേജിലൊക്കെ പോകുമ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാക്കണം, മറ്റേതുണ്ടാക്കണം, മറിച്ചേതുണ്ടാക്കണം. അപ്പോൾ ആക്സിഡൻറ്റിൻ്റെ ഇതെല്ലാം വരിക, പല